നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് നിലവിലുള്ള കടുത്ത വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ പറയാനായിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ഇതിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വൻ വർധനവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. നിലവിൽ ജലസംഭരണികളിലെ ജലനിരപ്പ് 28% കുറഞ്ഞിരിക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ ഹ്രസ്വകാല കരാറുകളിൽ കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ ശ്രമിക്കുകയാണെന്നും ഇതിനായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ മന്ത്രി കേന്ദ്രവിഹിതമായി ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവിലും കുറവുണ്ടായതായി ചൂണ്ടിക്കാട്ടി. ജനങ്ങളോട് വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് മുൻ മന്ത്രി AK ബാലൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇപ്പോഴത്തെ സാഹചര്യം ഭരണപരാജയമാണെന്ന ആരോപണം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് ഇടത് സർക്കാരിന്റെ കാലത്തും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെന്നും മുൻപ് കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട ബാധ്യത ഇപ്പോഴുണ്ടെന്നും വ്യക്തമാക്കിയ മന്ത്രി ഭാവിയിൽ ബാറ്ററി സ്റ്റോറേജ് സംവിധാനം വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് പവർ കട്ടും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ഒന്നിലധികം തവണ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മറികടക്കാൻ KSEB സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിലെ കർഷകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുക്കുന്ന വൻ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. സാങ്കേതിക തകരാറുകൾ കാരണം വിള ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കാതെ പോയവർക്ക് ഈ മാസം അവസാനം വരെ അപേക്ഷിക്കാനുള്ള സുവർണാവസരമുണ്ട്. ഇതോടൊപ്പം ജൂലൈ 15 മുതൽ പുതിയ രജിസ്ട്രേഷൻ ആരംഭിച്ച സബ്സിഡി പദ്ധതിയിലൂടെ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്ന വ്യക്തികൾക്ക് 50% വരെയും കൂട്ടായ്മകൾക്ക് 80% വരെയും സാമ്പത്തിക സഹായം കൃഷിഭവൻ വഴി ലഭിക്കും. കൂടാതെ PM കിസാൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഒതന്റിഫിക്കേഷൻ വഴി KYC അടിയന്തരമായി പുതുക്കേണ്ടതുണ്ട്. ഒപ്പം ഭാവിയിലെ എല്ലാ കേന്ദ്ര സഹായങ്ങൾക്കും ഇനി മുതൽ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കർഷകർ എത്രയും വേഗം പോർട്ടലിൽ കയറി തങ്ങളുടെ പുതിയ ID ജനറേറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: എല്ലാ ഗ്യാസ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള നിർബന്ധിത LPG സുരക്ഷാ പരിശോധന അഥവാ LPG മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും നിയമപരമായി തന്നെ ഈ പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളതിനാൽ പരിശോധനയ്ക്കായി എത്തുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ പാസ്ബുക്കും റേഷൻ കാർഡും കാണിക്കേണ്ടതുണ്ട്. ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഈ ഇൻസ്പെക്ഷന് ആകെ 236 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ 200 രൂപ ഇൻസ്പെക്ഷൻ ചാർജും 18% GST ആയ 36 രൂപയും ഉൾപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം സിലിണ്ടർ വെച്ചിരിക്കുന്ന രീതി, ഗ്യാസ് സ്റ്റൗവിന്റെ ISI മാർക്ക് തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും അടച്ചുതുകയ്ക്കുള്ള ഔദ്യോഗിക രസീതും ഏജൻസിയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ഈ പരിശോധനയ്ക്കിടയിൽ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ട്യൂബിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ സാധാരണ പഴയ റബ്ബർ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അത് മാറ്റി പകരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്ന സുരക്ഷാ ട്യൂബ് നിർബന്ധമായും സ്ഥാപിക്കേണ്ടതുണ്ട്. 1.5 മീറ്റർ നീളമുള്ള ഈ സുരക്ഷാ ട്യൂബിന് GST ഉൾപ്പെടെ 190 രൂപയാണ് അധികമായി ഈടാക്കുന്നത്. റെഗുലേറ്ററോ പൈപ്പോ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള തുക ഇൻസ്പെക്ഷൻ ഫീസിന് പുറമെ നൽകേണ്ടി വരുമെങ്കിലും ട്യൂബ് മാറ്റേണ്ടതില്ലാത്ത സാഹചര്യങ്ങളിൽ പരിശോധനാ ഫീസായ 236 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇതോടൊപ്പം ഗ്യാസ് ബുക്കിംഗിനായി ഭാരത് ഗ്യാസ് നൽകുന്ന ഔദ്യോഗിക നമ്പറുകളും ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഈ മാസം 21-ാം തീയതി സംസ്ഥാനത്ത് കടമെടുപ്പ് നടക്കുന്നതാണ്. ഇതിന് പിന്നാലെ 23, 24, 25 തീയതികളിലായി തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. അതേസമയം ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാൻ വേണ്ടി ഈ മാസത്തെ പെൻഷൻ മുടക്കുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണ്. ജൂലൈ മാസത്തെ പെൻഷൻ കൃത്യമായി തന്നെ വിതരണം ചെയ്യും. മുൻ വർഷങ്ങളിലെ പോലെ ഓണത്തിന് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരാനുണ്ട്. ഒരുപക്ഷെ അങ്ങനെ നൽകുകയാണെങ്കിൽ സെപ്റ്റംബറിലെ പെൻഷൻ മുൻകൂറായി നൽകാനാണ് സാധ്യത. ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേക അലവൻസ് അനുവദിക്കുമോ, കുടിശ്ശിക തുക വിതരണം ചെയ്യുമോ തുടങ്ങിയ
കാര്യങ്ങളിൽ വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷമേ വ്യക്തത വരികയുള്ളൂ. അതിനാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത വാർത്തകൾ വായനക്കാർ വിശ്വസിക്കരുത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. ഇതിന് അല്പം കൂടി കാലതാമസം എടുത്തേക്കാമെങ്കിലും 1 വർഷത്തിനകം തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കുറച്ച് വൈകിയാലും ഈ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ആശ്വാസകിരണം പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഗുരുതരമായ മാനസിക രോഗം, പൂർണ്ണ അന്ധത ബാധിച്ചവർ, ക്യാൻസർ, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ മൂലം തീർത്തും അവശരായവർ, എൻഡോസൾഫാൻ ദുരിതബാധിതർ തുടങ്ങിയവരെ വീട്ടിൽ പരിചരിക്കുന്ന അടുത്ത ബന്ധുക്കൾ എന്നിവർക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ക്ഷേമ പെൻഷനുകൾക്ക് പുറമെയാണ് ഈ ധനസഹായം ലഭിക്കുക. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി രോഗിയെ പരിചരിക്കുന്ന വ്യക്തിക്ക് മറ്റു ജോലിയോ സ്ഥിരമായ വരുമാന മാർഗമോ ഉണ്ടായിരിക്കരുത്. കൂടാതെ അപേക്ഷകന്റെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. BPL റേഷൻ കാർഡുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. എന്നാൽ APL വിഭാഗത്തിൽപ്പെട്ടവർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. രോഗിക്ക് മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നും സമാനമായ പരിചരണ ധനസഹായം ലഭിക്കുന്നുണ്ടാകരുത്. എന്നാൽ രോഗിക്ക് ലഭിക്കുന്ന വികലാംഗ പെൻഷനോ വാർദ്ധക്യകാല പെൻഷനോ ഈ സഹായം ലഭിക്കുന്നതിന് തടസ്സമാകില്ല. പദ്ധതിയിലൂടെയുള്ള ധനസഹായം രോഗിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല, മറിച്ച് രോഗിയെ പരിചരിക്കുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകുന്നത്. അപേക്ഷിക്കുന്നതിനായി പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം രോഗിക്ക് പൂർണ്ണസമയ പരിചരണം ആവശ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർക്കാർ ഡോക്ടറോ മെഡിക്കൽ ബോർഡോ ഒപ്പിട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഇതോടൊപ്പം രോഗിയുടെയും അപേക്ഷകന്റെയും ആധാർ കാർഡുകളുടെ പകർപ്പുകൾ, റേഷൻ കാർഡിന്റെ പകർപ്പ്, അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവയും ഹാജരാക്കണം. APL വിഭാഗത്തിൽപ്പെട്ടവർ വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോം കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.socialsecuritymission.gov.in എന്ന വിലാസത്തിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ സമീപത്തുള്ള അംഗനവാടികൾ, ആശാപ്രവർത്തകർ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അപേക്ഷാ ഫോം നേരിട്ട് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും ആവശ്യമായ രേഖകളും ബന്ധപ്പെട്ട ശിശുവികസന പദ്ധതി ഓഫീസർക്ക്, അതായത് CDPOയ്ക്ക് നേരിട്ടോ അപേക്ഷാ ഫോം ലഭിച്ച അംഗനവാടി വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അർഹരായ എല്ലാ ഗുണഭോക്താക്കളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനുമായി 253 കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് അനുവദിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ധനവകുപ്പ് ഈ തുക അനുവദിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്രയും വലിയൊരു തുക ഒരുമിച്ച് ഓണവിപണിക്കായി അനുവദിക്കുന്നത് ഇതാദ്യമായാണ്. ഓണവിപണിയിലെ സജീവമായ ഇടപെടലുകൾക്കായി 200 കോടി രൂപയും AY റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നതിനായി 53 കോടി രൂപയുമാണ് ഇതിലൂടെ വിനിയോഗിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ട് പിന്നീട് സർക്കാരിനെ സമീപിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി ആവശ്യ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും അതോടൊപ്പം കുറഞ്ഞ നിരക്കിലുള്ള വിവിധതരം ഓണക്കിറ്റുകൾ വിപണിയിലെത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. മുൻപ് സംസ്ഥാനത്ത് പരിമിതമായ രീതിയിൽ മാത്രമാണ് ഓണസഹായങ്ങൾ നൽകിയിരുന്നതെങ്കിൽ കോവിഡ് കാലത്താണ് സംസ്ഥാന വ്യാപകമായി സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചത്. തുടർന്ന് എല്ലാ കാർഡ് ഉടമകൾക്കും കിറ്റ് നൽകിയിരുന്നെങ്കിലും 2022 മുതൽ ഇത് മഞ്ഞ കാർഡുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇത്തവണ പിങ്ക്, PHH കാർഡുകാർക്ക് കൂടി സൗജന്യ ഓണക്കിറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാർ അത് തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും റേഷൻ കടകൾ വഴി സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക. ഇതോടൊപ്പം നിലവിൽ നീല, വെള്ള, മുൻഗണനേതര റേഷൻ കാർഡുള്ള അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണന പിങ്ക്, മഞ്ഞ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ട്. ജൂലൈ 17 വരെയായിരുന്നു ഇത്തരത്തിൽ BPL കാർഡ് ലഭിക്കുവാനുള്ള അപേക്ഷ നൽകുവാനുള്ള അവസരം സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ ജൂലൈ 20 വരെ ഇപ്പോൾ അപേക്ഷ നൽകുവാനുള്ള സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്നവരിൽ നിന്നും അവ പിടിച്ചെടുക്കുകയും പലരും പിഴയൊടുക്കി കാർഡുകൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് 1.5 ലക്ഷത്തിലധികം ഒഴിവുകളാണ് രൂപപ്പെട്ടത്. കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മുൻഗണനാ വിഹിതം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒഴിവുകൾ വേഗത്തിൽ നികത്തേണ്ടതുണ്ട്. അതിനാലാണ് സർക്കാർ അർഹരായവരിൽ നിന്നും അടിയന്തരമായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അനർഹർക്കെതിരെയുള്ള കർശന പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നതിനാൽ അർഹരായ എല്ലാ കുടുംബങ്ങളും ഈ അവസരം കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 16 വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,135 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 1,05,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.